പാതിവില തട്ടിപ്പ് കേസിലെ പ്രതി അനന്തു കൃഷ്ണന്റെ തെളിവെടുപ്പ് പൂർത്തിയായി. രാഷ്ട്രീയമായും പണമിടപാടുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പ്രതിയുടെ വെളിപ്പെടുത്തൽ. എൻ രാധാകൃഷ്ണൻ ബി.ജെ.പി. നേതാവ്, ലാലി വിൻസൻ കോൺഗ്രസ് നേതാവ്, ഇരുവർക്കും കേസിൽ ബന്ധമൊന്നുമില്ല എന്നാണ് അനന്തു കൃഷ്ണൻ ഇന്ന് വ്യക്തമാക്കിയത്. കേസിൽ അന്വേഷണം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിച്ചിരിക്കുകയാണ് പോലീസ്. പാതിവില തട്ടിപ്പ് കേസിൽ പ്രതി അനന്തു കൃഷ്ണനെ ഓഫീസിലും ഫ്ളാറ്റിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. പൊന്നുരുത്തി, കലൂർ, പനമ്പള്ളി എന്നിവിടങ്ങളിലെ ഓഫീസിലും മറൈൻ ഡ്രൈവിലെ അശോക ഫ്ളാറ്റിലും എത്തിച്ചാണ് പോലീസ് തെളിവെടുപ്പ് നടത്തിയത്. തട്ടിപ്പ് കേസിൽ രാഷ്ട്രീയക്കാരുമായി ഇടപാടുണ്ടായിട്ടുണ്ടെന്ന് അനന്തു കൃഷ്ണൻ വ്യക്തമാക്കിയിട്ടുണ്ട്. സൈൻ എന്ന് പറയുന്ന സംഘടന ഇതിന്റെ ഇംപ്ലിമെന്റിംഗ് ഏജൻസി മാത്രമാണ്. അദ്ദേഹം ഇതിൽ നിന്ന് യാതൊരുവിധ പൈസയും മേടിച്ചിട്ടില്ല. അദ്ദേഹം സാർ പറഞ്ഞതനുസരിച്ച് സായി ഗ്രാമം ഗ്ലോബൽ ട്രസ്റ്റ് ചെയർമാൻ ആനന്ദകുമാറിന് പണം നൽകിയിട്ടുണ്ടെന്ന് അനന്തകൃഷ്ണൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ബി.ജെ.പി. നേതാവ് എൻ രാധാകൃഷ്ണൻ പണം വാങ്ങിയിട്ടില്ലെന്നും ലാലി വിൻസെന്റിന് കേസിൽ പങ്കില്ലെന്നും പനമ്പള്ളിയിലെ ഓഫീസിൽ വെച്ച് നടത്തിയ തെളിവെടുപ്പിനിടെ പ്രതി വെളിപ്പെടുത്തി. മൂവാറ്റുപുഴ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ തിരുവനന്തപുരത്തെ സായി ഗ്രാമം ഗ്ലോബൽ ട്രസ്റ്റ് ചെയർമാൻ ആനന്ദകുമാറിനെയും മറ്റ് ഭാരവാഹികളെയും പ്രതികളാക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി. NGO കോൺഫെഡറേഷന്റെ ബൈലോ ആനന്ദകുമാർ ഭേദഗതി ചെയ്തെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി. പാതിവില തട്ടിപ്പിലൂടെ ലഭിച്ച പണം ഉപയോഗിച്ച് അനന്തുകൃഷ്ണൻ സ്വന്തം സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയെന്നും ഈ സ്ഥാപനങ്ങളിലൂടെ പണം മറിച്ചുവെന്നും അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സോഷ്യൽ ബി എന്ന സ്ഥാപനം കേന്ദ്രീകരിച്ചും വിശദമായ അന്വേഷണത്തിനൊരുങ്ങുകയാണ് പോലീസ്. പണം സോഷ്യൽ ബിയുടെ അക്കൗണ്ടുകളിലേക്ക് മാറ്റി. കേസിൽ തെളിവെടുപ്പിന് ശേഷം വിശദമായ അന്വേഷണം തുടരാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.